ഇവർക്ക് ഇപ്പോൾ പ്രിന്റു മഹാദേവിന്റെ വാദങ്ങൾ കേട്ടല്ലോ. പോലീസിന്റെ മനോവീര്യം തകർക്കുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് നേരത്തെ നമ്മൾ കേട്ടതാണല്ലോ. അല്ല, കൃത്യമായിട്ട് അത് ഈ BJP-യുടെ ഔദ്യോഗിക വക്താക്കളൊക്കെ ഉള്ള ദിവസം ഇപ്പോൾ CPM വക്താക്കളെ ഔദ്യോഗികമായി വിടാത്തത് ഒരു ശീലമായി വരികയാണ്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ആലോചിക്കുമ്പോൾ CPM-ന്റെ അതേ വാദഗതി തന്നെയാണ് BJP വക്താക്കളും ഇപ്പോൾ എല്ലാ ചർച്ചകളിലും ഉന്നയിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം മതിയല്ലോ എന്നോർത്തായിരിക്കണം അവർ രണ്ടുപേരും കൂടെ ചർച്ച ചെയ്ത് ഔദ്യോഗിക വക്താക്കളേക്ക് വിടാത്തത്. അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. പുഷ്പൻ അന്തരിച്ചതുകൊണ്ടാണ് ഇന്ന് ഗസ്റ്റ് ഇല്ലാത്തത്. അത് മറ്റു പല ചാനലുകളിലും ഔദ്യോഗിക ഗസ്റ്റുകൾ ഇരിക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ അത് കണ്ടതുകൊണ്ട് പറഞ്ഞാണ്, എനിക്കറിയില്ല. എന്തുവായിക്കൊള്ളട്ടെ, അത് അവരുടെ ആഭ്യന്തര വിഷയമാണ്, അത് അവർ തീർക്കട്ടെ. ഞാൻ പറഞ്ഞത് ശ്രീ പ്രിന്റു മഹാദേവ് ഇവിടെ ഉന്നയിച്ച ചില കാര്യങ്ങൾ. അപ്പോൾ അദ്ദേഹം പറയുന്നത് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് കേവലം RSS ADGP കൂടിക്കാഴ്ചയിലേക്ക് ഈ വിഷയത്തെ മുഴുവൻ വഴിമാറ്റിവിടാൻ ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ പ്രിന്റു മഹാദേവ് ഇവിടെ ആരോപിക്കുന്നത്. ശ്രീ പ്രിന്റു മഹാദേവ് ആരാണ് അതിന് ശ്രമിക്കുന്നത്? അത് ഞങ്ങൾ കോൺഗ്രസ് ആണോ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ പ്രതിപക്ഷമാണോ ശ്രമിക്കുന്നത്? അപ്പം ഞങ്ങളുടെ ആദ്യം മുതലുള്ള വാദം എന്താണ്? ADGPക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ 1 സ്വർണ്ണ കള്ളക്കടത്ത്, 2 സ്വർണം പൊട്ടിക്കൽ കേസ്, 3 കൊലപാതക കേസ്, 4 അദ്ദേഹം അനധികൃതമായി സ്വത്ത് സമ്പാദന കേസ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ADGPക്കെതിരെ ഉന്നയിക്കുന്നത്. ഈ ADGPക്കെതിരെ ഉന്നയിക്കുമ്പോൾ തന്നെ വളരെ കൃത്യമായി ADGPയുടെ മുകളിലിരിക്കുന്ന P ശശിക്ക് ഇതിനകത്ത് ബന്ധമുണ്ട് എന്നും സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ P ശശി ഏജന്റാണ് എന്ന് വരെ ആരോപണം വരുന്നുണ്ട്. അപ്പോൾ ഈ ആരോപണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആരോപണം ചെന്നുകൊള്ളുന്നത് എവിടെയാണ്? ഒരു നടപടിയും ഇതിനെതിരെ എടുക്കാത്ത ആഭ്യന്തര വകുപ്പിന് മേലാണ് ഈ ആരോപണം ചെന്നുകൊള്ളുന്നത്. ശരി, അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ ചെറിയ പഴയ കാര്യങ്ങളൊന്ന് പ്രിന്റുവിനെ ഓർമ്മിപ്പിക്കാം. 2019 നമ്മുടെ സ്വർണ്ണ കള്ളക്കടത്ത് കേസ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കാൻ തുടങ്ങിയത്. എവിടെ പോയി സാർ? അമിത്ഷായുടെ കേന്ദ്ര അന്വേഷണ ഏജൻസി ഇപ്പോഴും ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോഴും കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഫോക്കസ് പോയിന്റിലാണ് നിൽക്കുന്നത്. എന്നിട്ട് ആ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഫോക്കസ് പോയിന്റിൽ നിൽക്കുന്ന ഒരു ഓഫീസ് കേന്ദ്രീകരിച്ച് വീണ്ടും സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നുവെങ്കിൽ നിങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ, ഏത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ? അമിത്ഷായുടെ മണത്തറിയുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. ആ ഏജൻസികളുടെ ഒരു മൗനാനുവാദമില്ലാതെ അത് നടക്കുമെന്ന് ചിന്തിക്കാൻ പാകത്തിന് മണ്ടന്മാരാണോ നമ്മൾ? ഇനി അതും പോകട്ടെ, ആ കേസ് അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു എന്ന്. ആ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ഇത്ര ഗുരുതരമായ ആരോപണം, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 112 ദിവസം ജയിലിൽ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ സ്വർണം കള്ളക്കടത്തുകാരനെന്ന ആരോപണം മുഖ്യമന്ത്രിയുടെ തന്നെ കൂടെ നിൽക്കുന്ന ഒരു MLA ഉന്നയിച്ചിട്ട്, ലോ ആൻഡ് ഓർഡർ ADGPക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണം സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ആരോപിച്ചിട്ട് ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇതേവരെ ഒരു നടപടി എടുക്കാത്തത് എന്താണ്? ഈ മുഖ്യമന്ത്രിയെ ഒരു തവണ പോലും ചോദ്യം ചെയ്യാത്തതിന്റെ കാരണം എന്താണ്? ഇനി ഇത്രയും ആരോപണങ്ങൾ ഈ ഇടതുപക്ഷത്തിന്റെ ഒരു MLAയും ഇടതുപക്ഷത്തിന്റെ ഘടകകക്ഷി നേതാക്കന്മാരും ഉയർത്തിയിട്ട് മാസം 1 ആയല്ലോ. ഈ ഏജൻസിയൊക്കെ എവിടെ പോയി കിടക്കുകയാണ്? ഈ CBIയും EDയും കേന്ദ്ര അന്വേഷണ ഏജൻസിയും ഒക്കെ എവിടെ പോയി കിടക്കുകയാണ്? പൂരം കലങ്ങിയതല്ല, കലക്കിയതാണ്. ആരാ പറഞ്ഞേ? ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞു. ആർക്കെതിരെ ആരോപണം? കേരളത്തിന്റെ ലോ ആൻഡ് ഓർഡർ ADGPക്കെതിരെ ആരോപണം. ഒരു രാജ്യദ്രോഹ കേസെടുത്ത് അകത്തിടാൻ പറ്റുന്ന ഒരു വിഷയത്തിൽ പോലീസ് മനഃപൂർവ്വമായി ഒരു ഹൈന്ദവ ക്ഷേത്രത്തിലെ മതേതരത്വത്തിന്റെ ചിഹ്നമായ പൂരം കലക്കി എന്ന് പറഞ്ഞിട്ട് എവിടെ സാർ? ഇവിടെ ഹൈന്ദവതയുടെ ഹോൾസെയിൽ എടുത്തിരിക്കുന്ന BJPക്കാരൊക്കെ ഈ തെരുവിലിറങ്ങി ഒരു സമരം, അതിനെതിരായിട്ട് ഒരു വാദഗതി, ഒരു പ്രസ്താവന നടത്തി ഞങ്ങളാരും കണ്ടില്ലല്ലോ. ഈ ADGPക്കെതിരെ ഒരു പ്രസ്താവന നടത്തി ഞങ്ങളാരും കണ്ടില്ലല്ലോ. ആ ആഭ്യന്തര വകുപ്പ് പൂരം കലക്കിയത് മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞ് ഞങ്ങളാരും കണ്ടില്ലല്ലോ. അവിടെയാണ് ഈ ചർച്ച എന്ന് പറഞ്ഞാൽ. ഹൊസബല്ല ദത്താത്രേയും റാം മാധവും ADGPയുമായിട്ട് നടന്ന ചർച്ചയിൽ ചായ കുടിച്ചോ ലഡു തിന്നോ എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. അത് അവർ എന്തെങ്കിലും ചെയ്യട്ടെ. അവിടെ നടന്ന ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾ, ഡിസ്കസ് ചെയ്ത വിഷയങ്ങൾ ഇതാണ്. എന്താണ്? സ്വർണ്ണ കള്ളക്കടത്തിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് മോചനം വേണം. ഡോളർ കള്ളക്കടത്ത് കേസിൽ കേന്ദ്രം അന്വേഷണ ഏജൻസികൾ മുഖ്യമന്ത്രിയെ വിടുവിക്കണം. ലാവ്ലിൻ കേസ് അനന്തമായി നീട്ടിക്കൊണ്ടു പോകണം. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള ആരോപണത്തിൽ SFIO അന്വേഷണം നിലച്ചിരിക്കുകയാണ്. അത് നിലച്ചു തന്നെ ഇരിക്കണം. അതിന് പകരമായി എന്ത് ചെയ്യണം? അതിന് പകരമായി തൃശൂർ സീറ്റിൽ BJPയെ വിജയിപ്പിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. ആ സാഹചര്യം എങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം? BLOമാര് വഴി, NGO അസോസിയേഷന്റെ BLOമാര് വഴി, അവിടുത്തെ ഇലക്ഷൻ ഉദ്യോഗസ്ഥർ വഴി, അവിടെ അനധികൃതമായി ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വോട്ടുകൾ ചേർക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. അതുണ്ടാക്കി കൊടുത്തു.
രണ്ട്, ഇലക്ഷന്റെ ഏറ്റവും കീ പോയിന്റിൽ തൃശൂർ പൂരം കലക്കിക്കൊണ്ട് അവിടുത്തെ ഹൈന്ദവ വിശ്വാസി സമൂഹം എന്നും കോൺഗ്രസിനൊപ്പം നിൽക്കുന്നവരാണ്. അപ്പൊ ആ വിശ്വാസി സമൂഹത്തിന്റെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് അവിടെ BJPക്ക് രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്താനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. ആ അവസരം ഉണ്ടാക്കി കൊടുത്തത് പോലീസ് മനഃപൂർവ്വം പൂരം കലക്കി, ADGPയുടെ നിർദ്ദേശപ്രകാരം പൂരം കലക്കി, അവിടെ സുരേഷ് ഗോപിക്ക് മറ്റാർക്കും ചെന്നെത്തിപ്പെടാൻ പറ്റാത്ത സമയത്ത് മുൻകൂറായി കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരൊറ്റ വണ്ടിയും കയറി പോകാത്തിടത്ത് സേവാഭാരതിയുടെ ആംബുലൻസ് കടത്തിവിട്ട് സുരേഷ് ഗോപിക്ക് അവിടെ വന്നിറങ്ങി BJPയാണ് ഈ ഹൈന്ദവതയുടെ മൊത്തക്കച്ചവടക്കാർ എന്ന തൃശൂർ നിവാസികളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. അതാണ് മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായി അല്ലെങ്കിൽ ഒത്താശക്കാരനായി പോയ ADGP അജിത് കുമാറും RSS മേധാവികളും തമ്മിൽ സംസാരിച്ചതിന്റെ ആകസത്ത എന്നുള്ളതാണ് ഇവിടുത്തെ രാഷ്ട്രീയ വിഷയം. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ലാതെ ADGP RSSുമായി ചെന്ന് കണ്ട് ചായ കുടിച്ചോ ലഡു തിന്നോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. അത് പൊളിറ്റിക്കലാണ്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതിനകത്ത് BJPക്ക് മിണ്ടാട്ടമില്ല, CPMന് മിണ്ടാട്ടമില്ല. ഇതാണ് ADGPയും നിങ്ങൾ ഈ പറയുന്ന എത്രത്തെ ഒസബളയും കൂടി ഈ മീറ്റിംഗ് നടത്തിയെന്ന് നിങ്ങൾക്കറിയോ? താങ്കൾക്കറിയോ? 16 മാസങ്ങൾക്ക് മുമ്പല്ലേ? 2023 ജൂലൈ മാസത്തിലാണ് ADGP. ഞാൻ പറയാം, എന്നോടാണല്ലോ ചോദ്യം, ഞാൻ പറഞ്ഞു തരാം. 2023 മെയ് മാസത്തിൽ 2024 വർഷത്തിൽ നടക്കുന്ന പൂരം കലക്കാൻ വേണ്ടി ഒരു വർഷം അല്ല, ഞാൻ പറയാം. ഇതൊരു ലോജിക്ക് വേണ്ട. ഞാൻ പറയട്ടെ, നെല്ലിക്കാത്തളം ആർക്കാണ് വെക്കേണ്ടത് ആ വീടിന്റെ അടുത്ത് ഏതെങ്കിലും നെല്ലിക്കാക്കട വീട്ടുകാരോട് പറയണം, അത് മേടിച്ചു വെക്കാൻ. അത് പോകട്ടെ, ഞാൻ പറഞ്ഞത് 2023 മെയ് മാസത്തിൽ RSSന്റെ രണ്ടാമനായിട്ട് എത്ര ദിവസമായിട്ടാണ് മറുപടി പറയട്ടെ. ഇങ്ങനെയുള്ള രാഷ്ട്രീയ പേക്കൂത്തിന് നിന്ന് കൊടുക്കുന്ന ആളാണ് എത്ര ദിവസമുള്ള അതന്നെ വിഷയം. കേരളത്തിലെ അങ്ങനെ കെ സുരേന്ദ്രൻ രാഷ്ട്രീയ പേക്കൂത്തല്ലാതെ ഇവിടെ എന്ത് നടത്തുന്നു ഞങ്ങൾക്ക് ഹിന്ദു രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി എന്താണ് സാർ ജയകുമാറിന്റെ ദൗത്യം എന്താണ്? നോക്കൂ, RSS എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ രാജ്യത്തിലെ മുഴുവൻ സംഘടനാ മുഴുവൻ വ്യക്തികളും ആളുകളുമായിട്ട് ചർച്ചയും സമ്പർക്കം നടത്തുന്ന പ്രസ്ഥാനമാണ്. ആയിക്കോട്ടെ, ആ ചർച്ചയുടെ വിഷയം എന്താണെന്ന് ചോദിക്കണ്ടേ? ചർച്ചയുടെ വിഷയം എന്താണെന്ന് ഈ സർക്കാർ ചോദിക്കേണ്ടതല്ലേ? അല്ല, എബിൻ വർക്ക് എന്റെ സ്മൃതി പരുത്തിക്കാടെ കേരളത്തിലെ ഇങ്ങനെ ഞാൻ സംസാരിക്കുന്ന ലോ ആൻഡ് ഓർഡർ ADGP അജിത് കുമാർ എന്തിനാണ് കണ്ടതെന്നുള്ളത് അജിത് കുമാർ ബോധിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് എന്റെ പ്രശ്നം. RSS മേധാവി ആരാണെന്ന് കാണട്ടെ, ഞങ്ങൾക്ക് എന്താ പറയുകയാണെങ്കിൽ ഓക്കെ. നിങ്ങൾക്ക് ഇപ്പോഴും അബിൻ വർക്ക് അല്ല, നിങ്ങൾക്ക് ഒരു സംവിധാനത്തെ കുറിച്ച് ഒന്ന് പഠിക്കണം. നിങ്ങൾ ഈ കേരളത്തിലെ സ്വർണ്ണക്കടത്തും കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്കും ചർച്ച ചെയ്യാൻ ഇരുന്ന് കൊടുക്കേണ്ട ആളാണ് എത്രത്തെ ദിവസമല്ലേ? അങ്ങനെയാണോ നിങ്ങൾ RSSന്റെ രണ്ടാമത്തെ കേന്ദ്ര അന്വേഷണ ഏജൻസി എവിടെ പോയി സാർ? കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് ഏതെങ്കിലും കേരളത്തിലെ പൂരം മടക്കിക്കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്തിന്റെ അന്വേഷണത്തിന്റെ സ്റ്റാറ്റസ് എന്താണ്? പറയൂ. നമ്മുടെ പ്രിൻസിപ്പൽ 2019 ആരംഭിച്ച 6 കൊല്ലം കഴിഞ്ഞില്ലേ? എന്താണ് സ്റ്റാറ്റസ്? സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് 17 പ്രതികളെ അറസ്റ്റ് ചെയ്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ ജയിലിൽ കിടന്നു. പൊളിറ്റിക്കൽ സെക്രട്ടറി ആരോപണ വിധേയൻ, ADGP ആരോപണ വിധേയൻ. പക്ഷേ മുഖ്യമന്ത്രിയുടെ വീടിന്റെ പടിക്കലേക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ ഉറപ്പ്? നിങ്ങൾ ഉന്നയിച്ച ബിരിയാണി ചെമ്പൊക്കെ എവിടെ പോയി? ഞാൻ കേരളത്തിൽ ഉദ്യോഗസ്ഥന്മാരെ ബലി കൊടുത്തുകൊണ്ട് കേരളത്തിൽ ഉദ്യോഗസ്ഥന്മാരെ ബലി കൊടുത്തുകൊണ്ട് എല്ലാ കാലഘട്ടത്തിലും രാഷ്ട്രീയ മുതലാളിമാർ രക്ഷപ്പെടാറുണ്ട് സാർ. അത് തന്നെയാണ് സ്വർണ്ണക്കടത്തിന്റെ അവസാന ഘട്ടത്തിൽ പിണറായി വിജയൻ രക്ഷപ്പെടാനുള്ള കാരണം. അല്ലാതെ പിണറായി വിജയൻ ഇപ്പോഴും കുറ്റവിമുക്തനാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. പ്രിൻസിപ്പൽ സെക്രട്ടറിയും പടിക്കലേക്ക് എത്തി നോക്കിയോ? അല്ല, നിങ്ങൾ പ്രിൻസിപ്പൽ സെക്രട്ടറി എവിടെയായിരുന്നു സാർ? പ്രിൻസിപ്പൽ സെക്രട്ടറി ആരായിരുന്നു സാർ? കേരളത്തിൽ പിണറായി വിജയന്റെ രണ്ടാമത് ഡയറക്ടർ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള
ആരുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് സ്വർണ്ണക്കടത്ത് നടത്തുന്നത് എന്ന് അറിയാമെന്ന് നരേന്ദ്രമോദി തൃശ്ശൂരിൽ വന്ന് പ്രസംഗിച്ചിട്ട് പോയി. എന്ത് പറ്റി സാർ? ആ അന്വേഷണ ഏജൻസി എന്താണ് ക്ലിഫ് ഹൗസിന്റെ വാതിക്കേട്ട് ചെല്ലാത്തത്? എന്താ എന്തിയാ നിങ്ങൾക്ക് പരാതിയില്ലാത്ത? വർഷം 6 കഴിഞ്ഞല്ലോ, എവിടെ പോയി നിങ്ങളെ കേന്ദ്ര അന്വേഷണ ഏജൻസി? എവിടെ പോയി? അവസാനിപ്പിച്ചിട്ടില്ല. കേരളത്തിലെ ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഒത്തുതീർപ്പാണ് CPM ഉം BJP യും ഒത്തുതീർപ്പ്. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, വർഷം കുറേ. Debate with Arun Kumar.